ഇന്ത്യ എന്ന രാജ്യത്തെ പൗരനായിരിക്കുക എന്നതിനപ്പുറം ഒരു വികസിത രാജ്യത്തിൽ, അമേരിക്ക പോലൊരു ഒന്നാം ലോക രാജ്യത്തിൽ പോയി ജീവിക്കുകയാണ് പ്രധാനം എന്ന് തോന്നുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കൂടുതലാണ്. അതിൽ അത്തരം തോന്നലുള്ള ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിൽ നിന്നാണ്, നരേന്ദ്രമോദിയുടെ ഹോം സ്റ്റേറ്റിൽ നിന്നാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ദേശീയത എന്നൊരു വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ആളുകളെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് ഭരണകൂടത്തിൻ്റെ, ഭരണാധികാരികളുടെ വീഴ്ചയാണ് എന്ന് നരേന്ദ്രമോദി എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുമായിരിക്കും. വല്ലാത്ത പ്രതിസന്ധിയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. കാരണം ഈ ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഏതാണ്ട് 20,000-ഓളം ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡർ തന്നെ അമേരിക്കയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന വാദവുമുണ്ട്. അമേരിക്കൻ ഭരണഘടനയുടെ 14th അമെൻമെൻറ്റിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടും. ഇപ്പോൾ തന്നെ 22 സംസ്ഥാനങ്ങൾ ഫെഡറൽ കോടതികളെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ എക്സിക്യൂട്ടീവ് ഓർഡറിനെതിരെ. പക്ഷേ ആ കോടതി അത് പരിഗണിച്ച് അതിലൊരു വിധി വരുന്നത് വരേക്കും ഈ ഫെബ്രുവരി 20 കഴിയും. ഫെബ്രുവരി 20 തുടർന്ന് ഇത്തരം നടപടികൾ ഇദ്ദേഹം ശക്തമാക്കും. ഈ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ബൈ ബർത്ത് ആ കുട്ടിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്നതാണ് ഈ പുതിയ നിയമം. അപ്പോൾ ഇന്ത്യയിൽ നിന്നിപ്പോൾ L1 വിസയിലും അല്ലെങ്കിൽ H1B വിസയിലും തൊഴിൽ വിസയിൽ അമേരിക്കയിൽ പോയിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അതുകൂടാതെ F1 വിസയിൽ പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. ഇവരൊക്കെ അവിടെ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ആ കുട്ടി ഉണ്ടാവുന്നത് തന്നെ എന്താണ്, അമേരിക്കയിൽ അവിടെ സ്ഥിരതാമസമാക്കാനും പൗരത്വം നേടാനുള്ളൊരു മാർഗ്ഗമാണ്. എന്നിരിക്കുകയാണ് ഇങ്ങനെ ഒരു വളരെ പൊടുന്നനെ ഒരു ഇടുത്തി പോലെ ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്. ഇപ്പോൾ ഇന്ന് കണ്ട ഒരു റിപ്പോർട്ട് പ്രകാരം ഒരു ഇന്ത്യൻ വംശജയായ ഡോക്ടർക്ക് ഒരു ദിവസം മാത്രം 20 പേരുടെ കോളാണ് വന്നത്. സിസേറിയൻ ചെയ്യാൻ പറ്റുമോ, പ്രസവം നേരത്തെയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ദയനീയമായൊരു കാഴ്ചയാണ് ഇത്. ഇന്ത്യക്കാരുടെ മാത്രം അവസ്ഥയല്ല, ഇന്ത്യയിൽ നിന്നുള്ളവരല്ല കൂടുതൽ കുടിയേറ്റക്കാരുള്ളത്. പ്രത്യേകിച്ചും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ളവരും മധ്യ അമേരിക്കയിൽ നിന്നുള്ളവരൊക്കെ ധാരാളമായി അമേരിക്കയിലേക്ക് അനധികൃത കുടിയേറ്റം നടത്തുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് ഈ പ്രശ്നമുണ്ട്. അതുപോലെ ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരുമുണ്ട്. മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും അതിർത്തി കടന്ന് US-ലെത്തിയിട്ടുള്ള ധാരാളം ആളുകൾ. അതിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോയിട്ടുണ്ടാവുക ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ പട്ടികയെടുത്താൽ ഗുജറാത്തിൽ നിന്നാണ്. ഇതൊരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി ട്രംപിനെ കണ്ട് സംസാരിച്ച് അല്ലെങ്കിൽ ട്രംപുമായി ഒരു ഡിസ്കഷൻ നടത്തി പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ S. ജയശങ്കർ അതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, വിദേശകാര്യമന്ത്രി. പക്ഷേ എത്രമാത്രം സാധ്യമാണെന്ന് അറിയില്ല. കാരണം ട്രംപിനെ സംബന്ധിച്ച് ഇന്ത്യ, ചൈന, റഷ്യ ഇതൊന്നും അല്ല പ്രശ്നം. അമേരിക്ക ഫസ്റ്റ് എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ പോളിസി. അമേരിക്കയ്ക്ക് എന്താണോ നല്ലതെന്ന് ട്രംപിന് തോന്നുമോ അതാണ് അദ്ദേഹം നടപ്പാക്കുക. അല്ലാതെ മോദിജി പിണങ്ങുമോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഈ നയം മാറ്റുമോ, മൈ ഫ്രണ്ട് മോദി അദ്ദേഹത്തിന് ഇഷ്ടമാവുമോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് നയം മാറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ 2ാം വരവിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിലൊക്കെ മോദിജി പങ്കെടുത്തേനെ. അങ്ങനെയൊന്നും അത്ര ഫ്രണ്ട്ഷിപ്പൊന്നും ഇപ്പോൾ ട്രംപിന് മോദിജിയോട് ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്ന സമയത്ത് അദ്ദേഹം നടത്തിയൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ലോകത്തെങ്ങുമുള്ള ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം, നിങ്ങളെ സാധ്യതകളുടെ മഹാവാതായനം നിങ്ങൾക്കായി തുറക്കുന്നു, ഇന്ത്യ എന്താണ് വികസിത രാജ്യമായി മുന്നേറാൻ പോകുന്നു, 2025-ലോ 30-ലോ മറ്റോ നമ്മൾ വികസിത രാജ്യമാവും, 5 ട്രില്യൺ എക്കണോമി ആവും എന്നൊക്കെ പറഞ്ഞതാണ്. അതിപ്പോൾ അതിൻ്റെ ഡേറ്റ് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിനപ്പുറം നമ്മൾ ഒന്നും ആയിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ പാസ്പോർട്ട് റിലിംഗ്വിഷ് ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പാസ്പോർട്ട് റിലിംഗ്വിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പൗരത്വം വേണ്ട, മറ്റെവിടെയെങ്കിലും പോയി ചേരാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തെ പൗരനായിരിക്കുക എന്നതിനപ്പുറം ഒരു വികസിത രാജ്യത്തിൽ, അമേരിക്ക പോലൊരു ഒന്നാം ലോക രാജ്യത്തിൽ പോയി ജീവിക്കുകയാണ് പ്രധാനം എന്ന് തോന്നുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കൂടുതലാണ്. അതിൽ അത്തരം തോന്നലുള്ള ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിൽ നിന്നാണ്, നരേന്ദ്രമോദിയുടെ ഹോം സ്റ്റേറ്റിൽ നിന്നാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ദേശീയത എന്നൊരു വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ആളുകളെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് ഭരണകൂടത്തിൻ്റെ, ഭരണാധികാരികളുടെ വീഴ്ചയാണ് എന്ന് നരേന്ദ്രമോദി എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുമായിരിക്കും.